പക്ഷേ KSRTC വലിയ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ KSRTC സൂപ്പർ താരം. ഗുഡ് മോർണിംഗ് ചേട്ടാ, ഗുഡ് മോർണിംഗ്. എങ്ങനെ പോകുന്നു? അൻസാറിന്റെ ഫാനാണ്. അയ്യോ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 8 മണി വരെ കാണാറുണ്ട്. എവിടെ കൊട്ടാരക്കര? എവിടെ സ്ഥലം? എന്റെ സ്ഥലം ചന്തമുക്കാണ്. ചന്തമുക്ക് ഇവിടെ തൊട്ടടുത്ത്. ചന്തമുക്ക് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, ഗണതയമ്പലം ഇതൊക്കെ സെന്ററായിട്ട് വരും. മുസ്ലിം ജമാഅത്ത് ഇതിന്റെയൊക്കെ സെന്ററായിട്ട് വരും. ഓ ഇരിക്കും ചേട്ടാ, ഇരുന്നാട്ടെ. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല പോകുന്നു. ഇനി യാത്രയ്ക്ക് ജോലിക്ക് പോകാനാണോ? ജോലിയിൽ ആവി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ആയൂര് പോകാൻ ഇറങ്ങിയതാ അല്ലേ? കണ്ടു നിൽക്കാം. അതല്ലേ, ഓക്കെ, സന്തോഷം. രാവിലെ TV ഒക്കെ കാണും. എന്ന് രാവിലെ 7 മണി മുതൽ ഈ പരിപാടി ഞാൻ കാണും. ഓക്കെ, താങ്ക് യു. അപ്പോ എന്താ നമ്മുടെ ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചന? തെരഞ്ഞെടുപ്പിന്റെ സൂചന എന്ന് പറഞ്ഞാൽ ബാലഗോപാല് വൻപിച്ച പുരുഷോട് ജയിക്കും. ആണോ? തീർച്ചയായിട്ടും. ഐഷാപ്പിന് കാര്യമില്ല. 3 പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് അംഗം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 3 പ്രാവശ്യം MLA, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, ഫ്ലവേഴ്സ് യൂണിയന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ഇനി അവർക്ക് നേടാനൊന്നുമില്ല. ഇത്രയും ഒരു പാർട്ടി ഇത്ര നേടണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ടേ, അവരൊന്നും അറിഞ്ഞില്ല. വക്കീൽ ഓഫീസ് നേരെ വിളിച്ചുകൊണ്ട് വന്നു, ജില്ലാ പഞ്ചായത്ത് മത്സരിപ്പിക്കുന്നു, ജയിക്കുന്നു, വീണ്ടും മത്സരിപ്പിക്കുന്നു, വീണ്ടും ജയിക്കുന്നു. അവര് ജനങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുമല്ലയോ? അത് ശരിയാ. ചിന്തിക്കേണ്ട കാര്യമില്ല. അറിയാമെന്നാണ്. തീർച്ചയായിട്ടും കൊട്ടാരക്കരക്കാർക്ക് അറിയാം. കണ്ടോ TV പ്രസാദ്? ഇത് മാത്രമല്ല, ഐഷ പോറ്റിയുടെ ജീവചരിത്രം ഒരു നിമിഷം കൊണ്ടൊക്കെ പറഞ്ഞു. അത് തന്നെയാണ്. അതായത് ഇത്രയും കാര്യങ്ങൾ നേടിയിട്ടും പെട്ടെന്ന് എന്തിനാണ് ഒരു സീറ്റ് കിട്ടാത്തപ്പോൾ എന്തിനാണ് പോയത് എന്ന ചോദ്യം. അതായത് ഐഷ പോറ്റിക്ക് സമർത്ഥിക്കാൻ കഴിഞ്ഞാലേ ഇവിടെ നിന്ന് കയറിപ്പോകും. അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ വലിയ UDF തരം കൊണ്ടാണ്.